ഫോർട്ട് കൊച്ചിയിലെ ഒരു ഞായറാഴ്ച തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും സൈക്കിൾ ചവിട്ടാനും നടക്കാനും ഒരുപാട് ആളുകൾ ഫോർട്ട് കൊച്ചിയിലെത്തും. ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഫോർട്ട് കൊച്ചിയിൽ വരുന്നത് വരക്കുവാൻ വേണ്ടിയിട്ടാണ്. വരയും അല്പം കുശലം പറിച്ചിലും കൂടെ കുറേ തമാശകളുമായി അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഒത്തുകൂടുന്നത് ഒരു രസം തന്നെയാണ്. ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ഈ പൂച്ച കുറേ നേരം എൻ്റെ അടുത്ത് വന്ന് കളിക്കുകയും എൻ്റെ പെയിൻറ്റിങ്ങുകൾ എടുക്കുകയും അങ്ങനെ ഒരുപാട് നേരം ഞങ്ങളുടെ കൂടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ കൂടി. വളരെ രസമുള്ളൊരു കാര്യമായിരുന്നു. ചേട്ടൻ്റെ മാരക വേർഷനാണ്, മാരകമായിട്ടുള്ള പൊസിഷനാണ് ഇരിക്കുന്നത്. എന്താണത് ഉത്തമുദ്രമാണല്ലോ. തരൂല്ലെന്നാ പറയണേട്ടാ അജിബായി. എന്റെ പെയിന്റിങ് തരൂല്ല, എന്റെ ബോക്സ് തരൂല്ലെന്നാ പറയണത് കേട്ടാ. കട്ടിക്കരുത്. അടുത്തത് അടിപൊളി. ആ വെള്ളം എടുത്തോണ്ട് പൊക്കളഞ്ഞല്ലേ നമ്മൾ സെർച്ച് ചെയ്തത്. അത് ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട. അത് നമ്മളെ ഇതിങ്ങനെ സെപ്പറേറ്റ് കാണാതെ ഒരു ഡിസൈനായിട്ട് കാണുക. എന്താ പറയുക, നോക്കി ആ ടോൺ കണ്ട അത്രയും സംഭവം കണ്ടില്ല. അത് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് കണ്ടിട്ട് അത് ആ സംഭവങ്ങളൊക്കെ കണ്ണെന്ന് ചിന്തിച്ചേക്കുമ്പോൾ ആ നെഗറ്റീവ് സംഭവങ്ങൾ ചെയ്യാം. സപ്പോസ് ഇപ്പം ഇതിവിടെ ഈ സംഭവമില്ല, ഇത് ആ തൂണില്ലേ, ആ തൂണിൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ടിൽ ഇതിവിടെ ഒരു സംഭവം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലെ ഷേഡ് വെച്ചിട്ട് അത് എംബോസ് ചെയ്യിക്കുക. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് അങ്ങനെ വെച്ചിട്ടേ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്ത് തന്നെയാണ്. ഇതിപ്പോൾ അതിൽ കാണാറില്ല, ഇതിൽ കാണുന്നത് ഇത് ഭയങ്കര ബ്രൈറ്റാണ്. അങ്ങനെ വരയും ചിന്തകളും ഒക്കെ ചേർന്ന് ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഞായറാഴ്ച തീരുകയാണ്. എല്ലാവരും അതിമനോഹരമായ ചിത്രങ്ങളാണ് ഇന്ന് ചെയ്തത്.
അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബെന്നിച്ചേട്ടൻ്റെ ഒരു പോർട്രേറ്റ്, ലൈവ് പോർട്രേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ലൈവ് പോർട്രേറ്റ് ചെയ്യണമെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡൽ അല്ലെങ്കിൽ ഒരുപാട് സമയം ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള മോഡലിനെ കിട്ടാറില്ല. പക്ഷേ ഇതധികം സമയമൊന്നും എടുത്തില്ല. ഒരു അരമണിക്കൂർ താഴെ നമ്മൾ സ്കെച്ച് ചെയ്ത് വാട്ടർ കളർ ചെയ്യാൻ തുടങ്ങി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ കളർ പോർട്രേറ്റ് തീർക്കാൻ പറ്റി. കംപ്ലീറ്റ് ആയില്ലെങ്കിലും അതിൻ്റെ ഒരു 75% എനിക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല അനുഭവമായിരുന്നു. ഇനിയുള്ള എല്ലാ ക്യാമ്പുകളിലും അല്ലെങ്കിൽ എല്ലാ സൺഡേകളിലും ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ പോർട്രേറ്റിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ മാറ്റിവെക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പോർട്രേറ്റ് എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ വ്യക്തികളുടെയും പോർട്രേറ്റുകൾ വരയ്ക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷം അത് വല്ലാത്തതാണ്. വളരെയധികം സന്തോഷമുണ്ട് ബെന്നിച്ചേട്ടനെ വരയ്ക്കാൻ സാധിച്ചതിൽ. ഇന്ന് ആശാൻ്റെ ഒരുപാട് ടിപ്പുകളും എനിക്ക് കിട്ടി. ഓരോ പോർട്രേറ്റ് ചെയ്യുമ്പോഴും ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴും അതെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ആർട്ട് ക്യാമ്പുകളും ആർട്ടിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം കിട്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗൈഡൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ ഒരു മനോഹര സായാഹ്നം ആശാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. ഫോർട്ട് കൊച്ചിയുടെ തിരക്കുകൾ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഞായറാഴ്ച. ഒരുപാട് ആളുകൾ ഫോർട്ട് കൊച്ചി കാണാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ പാർക്ക് ചെയ്യുന്ന ബൈക്കുകളെല്ലാം. ഞങ്ങൾ ചീനവലയുടെ തുടക്കത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും വന്ന് ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ അധികം തിരക്ക് കാണാത്തത്. എന്നാലും തിരക്കുണ്ട്. അങ്ങനെ നല്ല നല്ല ഒരു ചിത്രങ്ങളും നിമിഷങ്ങളുമായി ഒരു സായാഹ്നം അങ്ങനെ കടന്നു പോവുകയാണ്. തിരിച്ചിട്ടുകളെ ഇന്നത്തെ ലൈവ് പോർട്രേറ്റ് സ്കെച്ചിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ഇന്ന് ഗോപ്രോ ഇല്ല കേട്ടോ, ഫുള്ള് മൊബൈലിലാണ് ഷൂട്ട് ചെയ്തേക്കണേ. ഗോപ്രോ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ സിംഗപ്പൂർക്ക് അയച്ചു കൊടുത്തേക്കാണ്. അവർ ചെയ്തു തരുമെന്ന് പറയും. വീഡിയോ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത തവണ എന്തായാലും നന്നായിട്ട് ചെയ്യാം. പക്ഷേ ഇന്നത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. സൺഡേസ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആശാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഭയങ്കര ഒരുപാട് ടിപ്പുകൾ കിട്ടും വർക്ക്ഷോപ്പുകളിൽ. അതാണ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത സൺഡേ നമുക്ക് അടിപൊളി വീഡിയോകളായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.